യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകുവാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. നമ്മളെല്ലാവരും ഇന്ന് ഈ സുവിശേഷ ഭാഗം വായിച്ചു കേട്ടു അല്ലേ? അതിൻ്റെ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് ഈശോ ജെറിക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈ ഒരു സ്ഥലപ്പേര് നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. ഈശോ ജെറിക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. രണ്ടാമത്തെ വചനം എന്താ? അവിടെ സക്കേവൂസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കുളിർമ വരും. ഓ, നല്ല വാക്കാണല്ലോ, ചുങ്കക്കാരിൽ പ്രധാനനും വലിയ ആളാണ്, ധനികനുമാണല്ലോ. എന്നാൽ സുവിശേഷത്തെ സംബന്ധിച്ച് ഇതൊരു നെഗറ്റീവായിട്ടൊരു കാര്യമാണ്. സക്കേവൂസിനെ കുറിച്ച് അന്ന് ഈശോയുടെ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞിരുന്ന ഒരു നെഗറ്റീവ് കമൻ്റാണ്. അവൻ ചുങ്കക്കാരിൽ പ്രധാനനാണ്, പിന്നെ ധനികനുമായിരുന്നു. ഈ രണ്ട് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സക്കേവൂസിനെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ ആളുകൾ പല നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറയാറുണ്ട്. ഓഫീസിലൊക്കെ ആളുകളൊക്കെ പറയാറുണ്ട്. ചിലർ പറയും, വീട്ടിലൊക്കെ പറയും, നിന്നെ എന്ന് ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നോ അന്ന് ഈ കുടുംബത്തിൽ ശാപമാണ്. ചിലർ മാതാപിതാക്കൾ മക്കളോട് പറയും, എന്ന് നിൻ്റെ തലവെട്ടം കണ്ടോ ഈ കുടുംബത്തിൻ്റെ അധോഗതി തുടങ്ങി. എന്ന് നിന്നെ ഓഫീസ് സ്റ്റാഫായിട്ടെടുത്തോ അന്ന് ഈ ഓഫീസിൻ്റെ അധപതനം തുടങ്ങി. ആളുകൾ അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. സക്കേവൂസിനെ കുറിച്ച് പറഞ്ഞ നെഗറ്റീവ് കമൻ്റ്, അവൻ ചുങ്കക്കാരിൽ പ്രധാനനായിരുന്നു. നമ്മൾ പറഞ്ഞിട്ട് ചുങ്കക്കാരനല്ല, അവരിൽ ഏറ്റവും തലമൂപ്പുള്ള ആരാണ്. പിശക്കൻ്റെ 6 പിശക്കെന്നൊക്കെ നമ്മൾ പറയില്ലേ, കൊള്ളപ്പലിശയൊക്കെ മേടിക്കുന്ന ആൾ, പലിശയുടെ പലിശ മേടിക്കുന്ന ആൾക്കാരെ കൊള്ളപ്പലിശ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ഒരാളായിരുന്നു സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ. അവൻ ധനികനായിരുന്നു. ഈ ധനികൻ എന്ന് പറഞ്ഞ വാക്ക് സമ്പന്നൻ എന്ന് പറഞ്ഞ വാക്കും വ്യത്യാസമാണ്. ധനികൻ എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? പൈസയുണ്ട്, അവനൊരു 5 പൈസ ഒരു സഹായവും മറ്റുള്ളവർക്ക് ചെയ്യാത്ത ആളുകളെയാണ് ധനികൻ എന്ന് പറഞ്ഞു വയ്ക്കുക. സുവിശേഷത്തിൽ ധനികൻ എന്ന് പറയുക ഒരു സഹായവും മറ്റുള്ളവർക്ക് ചെയ്യാത്തവരാണ്. കാരണം 16-ാം അധ്യായം നമ്മൾ കാണുന്ന ധനികൻ്റെയും ലാസറിൻ്റെ ഉപമയിൽ ധനികൻ തിന്മയൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷെ അവനെന്ത് ചെയ്യും? കൂടെയുള്ള തൻ്റെ മേശയുടെ അടിയിൽ കിടക്കുന്ന ലാസറിന് ഒന്നുപോലും കൊടുക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരാളാണ്, ഒന്നുപോലും മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ഒരാളാണ് ധനികൻ എന്ന് പറയും. 2 നെഗറ്റീവായിട്ടുള്ള കാര്യം കണ്ടു. ഒന്ന്, അവൻ ചുങ്കക്കാരിൽ പ്രധാനനായിരുന്നു. 2, ധനികനായിരുന്നു. 3-ാമത്തെ വചനം എന്നാ? പക്ഷേ അവൻ ഈശോ ആരെന്ന് കാണാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അവൻ ഈശോ ആരെന്ന് കാണാൻ ആഗ്രഹിച്ചു. ഇത് ദൈവത്തിന് സക്കേവൂസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ആദ്യത്തെ 2 കാഴ്ചപ്പാട് എങ്ങനെയാ? ആളുകൾക്ക് സക്കേവൂസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണെങ്കിൽ, രണ്ടാമത്തേതെന്ന് പറയുന്നത് ദൈവത്തിന് ഈശോയ്ക്ക് സക്കേവൂസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടായിരുന്നു. അവൻ ആരെന്ന് കാണാൻ ആഗ്രഹിച്ചു. ഈശോ ആരെന്ന് കാണാൻ ആഗ്രഹിച്ചു. നമ്മളെക്കുറിച്ച് ആളുകൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, എത്ര നെഗറ്റീവ് കമൻറ്റ് പോലും പറഞ്ഞോട്ടെ, പക്ഷേ ദൈവത്തിന്
നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു നന്മ ദൈവത്തിന് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് മാത്രം അറിയുന്ന ഒരു നന്മ ഈശോയ്ക്കറിയാം. ആമേൻ. സക്കേവൂസിന് ഈശോ ആരെന്ന് കാണാൻ ആഗ്രഹിച്ചു. ഈ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൽ ഹെറോദേസും ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല, അവൻ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷെ സക്കേവൂസ് എന്ത് ചെയ്തു? ഈശോയെ കാണുവാൻ ആഗ്രഹിച്ച് അവൻ മുമ്പേ ഓടി. എവിടെ മുമ്പേ ഓടി? ഈശോയ്ക്ക് മുമ്പേ ഓടി, ആളുകൾക്ക് മുമ്പേ ഓടി. ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും മുമ്പേ ഓടിയ ആൾക്കാരാണ്. ദൈവവചനം കേൾക്കുവാനായിട്ട്, ദൈവത്തെ അനുഭവിക്കുവാനായിട്ട്, കുറച്ച് സമയം ദൈവത്തോട് കൂടിയായിരിക്കുവാനായിട്ട് മുമ്പേ ഓടിയ ആൾക്കാരാണ്. മുമ്പേ ഓടി അവൻ എന്ത് ചെയ്തു? സിക്കമൂർ മരത്തിൻ്റെ ചുവട്ടിൽ പോയി അതിൽ കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി. നമുക്കെല്ലാവർക്കും മരം കയറാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഒരു മരത്തെ കയറാൻ പറയും, എന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക്. അങ്ങനെയുള്ള സക്കേവൂസ് എന്ന് വളരെ കഷ്ടപ്പെട്ട് ഈ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. അത് സന്തോഷത്തോടെ കയറിയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ്? ഒരു സന്തോഷം ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സക്കേവൂസ് സന്തോഷത്തോട് സിക്കമൂർ മരത്തിന് കയറി. ഈശോ സുവിശേഷം കൃത്യം പറയുന്നു, ഈശോ അവിടെ എത്തിയപ്പോൾ മുകളിൽ നോക്കിക്കൊണ്ട് സക്കേവൂസിനോട് പറഞ്ഞു, സക്കേവൂസ് ഇറങ്ങി വരിക. ഈശോ സക്കേവൂസിനെ കണ്ടതായിട്ട് സുവിശേഷം പറയുന്നില്ല. പക്ഷെ ഈശോ സക്കേവൂസിനെ കണ്ടു. എപ്പോഴാണോ സക്കേവൂസിൻ്റെ മനസ്സിൽ ഈശോയെ കാണണമെന്ന് തോന്നിയപ്പോൾ ഈശോ സക്കേവൂസിനെ കണ്ട്. ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവൻ പരിശ്രമിച്ചപ്പോൾ ഈശോ സക്കേവൂസിനെ കണ്ട്. ഈ ആഗ്രഹത്തിന് വേണ്ടി അവൻ ആളുകൾ മുമ്പേ ഓടിയപ്പോൾ ഈശോ സക്കേവൂസിനെ കണ്ടു. ഈ ആഗ്രഹത്തിന് വേണ്ടി അവർ സിക്കമൂർ മരത്തിൽ കയറാൻ അറിയാത്ത സക്കേവൂസ് കഷ്ടപ്പെട്ട് മരത്തിന് മുകളിൽ കയറിയപ്പോൾ ഈശോ അവനെ കണ്ടു. ഈശോ സക്കേവൂസിനോട് പറഞ്ഞു, സക്കേവൂസ് നീ താഴെ ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ ഇരിക്കണം. സക്കേവൂസിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഒന്ന് ഈശോയെ കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ ഈശോ അവന് കൊടുത്തത് എന്താ? അവനെ കാണുക മാത്രമല്ല, അവരോട് വർത്തമാനം പറയുക മാത്രമല്ല, അവൻ്റെ കൂടെ പോയി അവൻ്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണത്തിരുന്നു. നമ്മളൊന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് 10 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും. ഹല്ലേലൂയ. നമ്മളൊന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം അതിൻ്റെ 10 ഇരട്ടി മടങ്ങ് നമുക്ക് തിരിച്ചു തരും. സക്കേവൂസ് ഒന്ന് ആഗ്രഹിച്ചോൾ ഈശോയെ കാണാനായിട്ട്, ഈശോയെ ഒന്ന് അനുഭവിക്കുവാനായിട്ട്. പക്ഷേ ദൈവം അവന് 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. അവൻ്റെ ഭവനത്തിൽ ചെന്ന് ഭക്ഷണത്തിരുന്ന്. ഈശോ ഒന്നും പറഞ്ഞില്ല, സക്കേവൂസ് നിൻ്റെ ജീവിതശൈലി ശരിയല്ല, നീ മാറണമെന്നും അല്ലെങ്കിൽ ചുങ്കം പിരിക്കില്ലെന്നും ഒന്നും പറഞ്ഞില്ല. ഈശോ അവൻ്റെ കൂടെ ഭക്ഷണത്തിലിരുന്നു. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ തുടങ്ങി. സക്കേവൂസിന് ഭക്ഷണത്തിരുന്ന ശേഷം സക്കേവൂസ് എന്താ പറയുന്നത്? കർത്താവേ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും. സക്കേവൂസിനെ കുറിച്ചുള്ള ആദ്യത്തെ കമന്റ് എന്താ? അവൻ ധനികനായിരുന്നു, അവൻ ചുങ്കക്കാലിൽ പ്രധാനനായിരുന്നു. ഈശോയെ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ, ഈശോയോട് കൂടെ ആയിരുന്നപ്പോൾ, ഇതുവരെ ശാപമായിരുന്ന ആളുകൾ അവനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിരുന്ന ഒരു കാര്യം പതുക്കെ മാറി ഒരു അനുഗ്രഹമാകാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ നമ്മളെക്കുറിച്ച് ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വന്നതിൽ പിന്നെ ഈ കുടുംബം ഇങ്ങനെ ആയിപ്പോയി, നീ ജനിച്ചതിൽ പിന്നെയാണ് ഈ കുടുംബം തകർന്നടിഞ്ഞത്, നീ വന്നതിൽ പിന്നെ ഈ ബിസിനസ് തകർന്നത്, നിന്നെക്കൊണ്ട് ഒരു ഗുണവുമില്ല, ഈ കുടുംബത്തിൽ നീ ഒരു ശാപമാണെന്നൊക്കെ ആളുകൾ നമ്മളെക്കുറിച്ച് പറയും. പക്ഷേ ഈശോയെ അനുഭവിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് പതുക്കെ തിരിയാൻ വേണ്ടി തുടങ്ങും. ഇനി 1 വർഷം കഴിഞ്ഞ് ഈശോ അതിലൂടെ പോകുമ്പോൾ ആളുകൾ സക്കേവൂസിൻ്റെ ഭവനത്തെ നോക്കി പറയോ, ഇത് ചുങ്കക്കാരിൽ പ്രധാനൻ്റെ വീടാണ് അല്ലെങ്കിൽ ധനികൻ്റെ വീടാണെന്ന് പറയില്ല. മറിച്ച് എന്ത് ചെയ്യും? അവനെക്കുറിച്ച് പറയുന്നത് എന്താ? അവൻ ദരിദ്രരെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്, അവൻ്റെ സ്വത്ത് മുഴുവൻ ദരിദ്രർക്ക് കൊടുത്ത മനുഷ്യൻ. ഇതുവരെ തിന്മയായിരുന്ന ഒരാളെക്കുറിച്ച് ശാപമുണ്ടായിരുന്ന ഒരു കാര്യം ഈശോ വന്നപ്പോൾ, ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പതുക്കെ അത് അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ദൈവത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന്മ കിടപ്പുണ്ട്. നമുക്ക് മാത്രം അറിയുന്ന ചില നന്മകൾ, നമ്മുടെ മാത്രമുള്ള ചില പ്രാർത്ഥനാ ജീവിതങ്ങൾ, നമുക്ക് മാത്രം അറിയുന്ന ത്യാഗപ്രവൃത്തികൾ,
ചില നന്മകൾ, ഇതെല്ലാം ഈശോ കണ്ട് ഈശോ പതുക്കെ ഇതിനെ അനുഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജെറിക്കോയിലൂടെ ഈശോ കടന്നു പോവുകയാണ്. ഈശോ ജനിക്കുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തിലേക്ക് പോവുകയായിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് പോകുമ്പോൾ ഈ ജെറിക്കോ എന്ന് പറയുന്ന നാട്ടിലെത്തി. അതിലൂടെ വേണം ഇവർ കടന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെന്ത് ചെയ്തു? ഈ ജെറിക്കോ പട്ടണം കോട്ടവാതിൽ അടച്ചു. ആളുകൾക്ക്, ഇസ്രായേൽ ജനത്തിന് ഇതിലേക്ക് പോകാൻ പറ്റിയില്ല. അവരുടെ സൈനാധിപന്മാരും എല്ലാവരും അവർക്കറിയുന്ന രീതിയിൽ പരിശ്രമിച്ചു ഈ കോട്ട തകർക്കാനായിട്ട്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ദൈവം ജോഷിയോട് പറഞ്ഞു. ജോഷിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ജോഷ്യ, നീ നിൻ്റെ പുരോഹിതന്മാരോട് പറയണം, എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഈ ജെറിക്കോ പട്ടണത്തിൻ്റെ കോട്ടയ്ക്ക് ചുറ്റും നീ നടക്കണം. എങ്ങനെ നടക്കണം? കാഹളം ഊതിക്കൊണ്ട് ദൈവത്തിൻ്റെ പേടകം വഹിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം നടക്കണം. അങ്ങനെ 6 ദിവസം നടക്കണം. 7-ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുരോഹിതന്മാരെല്ലാവരും കാഹളം ഊതിക്കൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകം വഹിച്ചുകൊണ്ട് 7 പ്രാവശ്യം നിങ്ങൾ നടക്കണം. 7 പ്രാവശ്യം നടന്ന ശേഷം നിങ്ങൾ സന്തോഷിക്കണം. ഇസ്രായേൽ ജനത്തോട് ജോഷു ഇങ്ങനെ പറഞ്ഞു. അവർ അത് വിശ്വസിച്ചു. 7-ാം ദിവസം ഇങ്ങനെ ചെയ്താൽ ഈ കോട്ട തകരുമെന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചു. അതുപോലെ അവർ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, 7-ാം ദിവസം അവർ 7 പ്രാവശ്യം വല വെച്ച് കഴിഞ്ഞ് അവർ സന്തോഷിച്ചപ്പോൾ ആ കോട്ട തകർന്ന്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എണീറ്റ് നിൽക്കാം. ശാന്തമായി നമ്മുടെ കരങ്ങളെല്ലാം നമുക്ക് നെഞ്ചോട് ചേർത്ത് നിർത്താം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയായിരുന്നു സക്കേവൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നമ്മൾ ഓരോരുത്തരും. ആളുകൾക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, ഞാനായിരിക്കുന്ന കുടുംബത്തിലുള്ള മാതാപിതാക്കന്മാർക്ക്, എൻ്റെ സ്കൂളിലുള്ളവർക്ക്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ളവർക്കെല്ലാം എന്നെക്കുറിച്ചൊരു നെഗറ്റീവ് കമൻറ്റാണ്. അവനെക്കൊണ്ട് ഒന്നിനും കൊണ്ടില്ല, അവനെക്കൊണ്ട് ഒരു കാര്യമില്ല, അവൻ ഈ ഭവനത്തിലുള്ള ഞങ്ങൾക്കൊരു ശാപമായിട്ടാണ് കാണുന്നത്. പക്ഷേ ദൈവത്തിന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു നന്മയെ അറിയാം. സക്കേവൂസിനെ കുറിച്ച് ഒരു നന്മ ദൈവത്തിന് അറിയായിരുന്നു. അവൻ ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു. നമ്മൾ ഇന്ന് ദേവാലയത്തിലേക്ക് വന്ന പല ആളുകൾ പറയുന്നുണ്ടാവാം, ഈ മഴയത്തെന്തിനാ അങ്ങോട്ട് പോകുന്നത്, ഈ വയനാട്ടിലേക്ക് ചുരമൊക്കെ കയറി പോകണം, എന്തിനു വേണ്ടി നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നത്? പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം മാത്രം കാണുന്ന ഒരു നന്മ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ദൈവം നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദൈവത്തെ അനുഭവിച്ചു കഴിയുമ്പോൾ ഇതുവരെ ആളുകൾ നമ്മളെക്കുറിച്ച് പറഞ്ഞ തിന്മകളെല്ലാം പതുക്കെ പതുക്കെ പോസിറ്റീവ് ആകാൻ വേണ്ടി തുടങ്ങും. സക്കേവൂസിനെ കുറിച്ച് അവർ പറഞ്ഞ തിന്മകളെല്ലാം 1 വർഷം കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് ആകാൻ തുടങ്ങി. സക്കേവൂസ് എന്ന് പറയുന്ന ഒരാൾ ആ നാടിന് ശാപമായിരുന്നു, ആ കുടുംബത്തിന് ദുഷ്പേരായിരുന്നു. പക്ഷേ ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ കുടുംബത്തിന് അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്താണ് നമ്മൾ ആയിരിക്കുക. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട്. ഹന്ന എന്ന് പറയുന്ന സ്ത്രീ ഒരു രാത്രിയിൽ വേദനിച്ച് ഹൃദയം പൊട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നേക്കുക. അവൾക്കറിയുന്ന രീതിയിലൊക്കെ അവൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഏലി പ്രവാചകൻ അവളോട് ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് മക്കളൊന്നുമില്ല പിതാവേ. ഏലി പ്രവാചകൻ അവളോട് പറഞ്ഞു, അടുത്ത വസന്തത്തിൽ നീ വരുമ്പോൾ നിനക്കൊരു മകനുണ്ടായിരിക്കും. അടുത്തൊരു വസന്തത്തിൽ നീ വരുമ്പോൾ നിനക്കൊരു മകനുണ്ടായിരിക്കും. ഈ വചനത്തിൽ വിശ്വസിച്ച് അവൾ എന്ത് ചെയ്തു? ആ ദേവാലയത്തിൽ വെച്ച് തന്നെ 3 തീരുമാനങ്ങൾ എടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവൾ ഇങ്ങനെ പറഞ്ഞില്ല, അവൾ മകൻ ജനിച്ചു കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ് ജനിക്കുമല്ലോ, അപ്പോൾ അവനെ കൊണ്ട് വന്നിട്ട് ഞാൻ തീരുമാനമെടുക്കാം, അങ്ങനെ ചിന്തിച്ചില്ല. അപ്പോൾ തന്നെ ആ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവൾ തീരുമാനമെടുത്തു, എൻ്റെ മകനെ ഞാൻ എന്ത് ചെയ്യും, ഈ ദേവാലയത്തിൽ ഞാൻ സമർപ്പിക്കും. ഒന്നാമത്തെ തീരുമാനം, എൻ്റെ മകനെ ഞാൻ ഈ ദേവാലയത്തിൽ സമർപ്പിക്കും. രണ്ടാമത്തെ തീരുമാനം, അവളിങ്ങനെ അവൻ്റെ തലമുടി ഞാൻ വെട്ടുകയില്ല. മൂന്നാമത്തെ തീരുമാനം ഇങ്ങനെയായിരുന്നു, അവനെ ഞാൻ സാമുവേൽ എന്ന് വിളിക്കും. ഞാൻ കരഞ്ഞ് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ എൻ്റെ പുത്രനാണ് എന്ന അർത്ഥമുള്ള സാമുവേൽ എന്ന് അവന് പേരിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് നല്ല 3 നിയോഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 നിയോഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ചില കുടുംബജീവിതത്തിൻ്റെ പുണ്യങ്ങളായിരിക്കാം, ജോലിക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കാം, ചില പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പുണ്യങ്ങളായിരിക്കാം. എന്തു തന്നെയാകട്ടെ, 3 നിയോഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ നിയോഗത്തിന് മേലെ നമുക്ക് പതുക്കെ സ്വപ്നം കാണാം. ഹന്ന എന്ത് ചെയ്തു, തനിക്ക് ജനിക്കാൻ പോകുന്ന മകൻ്റെ മേലെ അവൾ സ്വപ്നം കണ്ടു. 9 മാസം അവൻ ജനിക്കുന്നത്, അവന് പേരിടുന്നത്, അവനെ വളർത്തുന്നത്, തലമുടി വെട്ടാതെ അവനെ വളർത്തുന്ന അവൾ സ്വപ്നം കണ്ടു. നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം പോരാ, അതിന് മുകളിൽ സ്വപ്നം കാണാൻ തുടങ്ങണം. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, കുർബാനയുടെ മധ്യയുള്ള സുവിശേഷത്തിൽ അവർ എന്ത് ചെയ്തു, തോണിയുടെ അമരത്ത് കിടന്നിരുന്ന ഈശോയെ വിളിച്ചുണർത്തി. ഹല്ലേലൂയ. തോണിയുടെ അമരത്തിൽ ഉറങ്ങിക്കിടന്ന ഈശോയെ വിളിച്ചുണർത്തി. നമ്മുടെ ജീവിതമാകുന്ന തോണിയുടെ അമരത്ത് ഈശോയെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, അവനെ വിളിച്ചുണർത്തിയാൽ മതി. ഇനി വരുന്ന 31 ദിവസം എല്ലാ ദിവസവും രാവിലെ എണീറ്റ് 5:30 അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിയോഗ പ്രാർത്ഥന സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ പോയി സന്തോഷത്തോടു കൂടി നിങ്ങൾ നിയോഗ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ക്രമം വേണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ക്രമം വേണം. ഇസ്രായേൽ ജനം ജെറിക്കോ പട്ടണം തകർക്കാൻ വേണ്ടി ക്രമത്തോടുകൂടി അവർ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും 5:30 എണീറ്റ് ഞാൻ ക്രമത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന നല്ല തീരുമാനം എടുക്കും. എൻ്റെ ഉറക്കം പോയല്ലോ, എന്തിനാ എണീക്കുന്നേ, അങ്ങനെ വിചാരിക്കാതെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.